രൂപ. അപ്പൊ കരിമീനില്ല. കരിമീൻ ലേശം കൂടുതലാണ്, 150 കുറവായിരിക്കുമല്ലേ? ഇതൊക്കെ വിളിച്ച് പോലീസുകാരി ചോദിക്കണെന്തിനാണ്? അതല്ല, ഇന്നലെ പത്രത്തിലൊരു വാർത്ത കണ്ടായിരുന്നേ. കേരള പോലീസ് കേരളം മൊത്തം വല വീശിക്കണം. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനാണോ? അതെ, പോലീസ് സ്റ്റേഷനാണ്. ഒന്ന് പോകേണ്ടിയാ. പോലീസ് സ്റ്റേഷനാണ് ചോദിച്ചത് ഞാൻ. അതെ, പോലീസ് സ്റ്റേഷനാണ്. തോപ്പടി പാർക്കിലായിട്ട് കാശ് വെച്ച് ചീട്ട് കളിക്കണം. തോപ്പടി പാർക്കെടുത്താല് എന്ത് കളിയാ? അയ്യോ, അതെനിക്കറിയാം. പൈസ നോക്കാം. കയ്യിലെ കാശ് കളയാൻ പൈസ പാടാൻ ഓരോന്നും പറയാനായി മനുഷ്യനെ മെനക്കെടുത്താൻ. ഹലോ, അല്ല, ഇത് ചീട്ടുകളി സങ്കേതമാണ്. എന്റെ പേര് സുഗുണൻ, നേതാവാണ്. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. എന്താ ഭഗവാനെ ഇപ്പൊ തൊപ്പി കളിച്ചല്ലേ? എന്തോ ആയിക്കോട്ടെ, നമ്മളെ പോലും മനുഷ്യല്ലോ, ഇങ്ങനെ ഇത് അടിക്കുന്ന കൊള്ളാവും. ഞങ്ങൾ മാറിയില്ല. നമ്മളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഭവിക്കുള്ളൂ, അതറിയാവോ? വരേജ് മാറില്ല. വിടൂ, 3 മാസത്തെ അമരത്ത് പറയും. ഒരു ലോഡ് മണലിറക്കിട്ടാ ഇറക്കി തരാത്ത ഞാനെന്ത് ചെയ്യാൻ? അമരത്ത് വിളിക്കാതെ എനിക്ക് പറ്റുന്നുള്ളൂ. ഇവനെന്താ കേസുണ്ട്? വീട് പണിക്ക് വേണ്ടി ഒരു മണൽ ഡിസിപ്ലിൻ കണ്ടുപിടിച്ചതാണ്. മനസ്സിലായ? പോലീസിനെ ഗർജിക്കുന്ന സിംഹം. സാറിന് ഇഷ്ടപ്പെട്ട ആളാ മണൽ മാഫിയ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവന്റെ പേര് മാഫിയ ശശിനാണ്. ഓപ്പോസിറ്റുള്ള ബാങ്കിലെ ഇക്കിക്ക് ബാങ്ക്. അയ്യോ, ഒരു കോൺസെപ്റ്റ് ഇക്കിക്ക് ബാങ്ക് കേട്ടോ? ഇക്കിക്ക് ബാങ്ക് ആണോ? ICICI ബാങ്ക്. മറ്റൊരു അക്കൗണ്ട്, നമ്മൾ ചെറിയൊരു അക്കൗണ്ട്. ക്യാമറ ബാങ്ക് എന്താണ് പറയുന്നത്? ഈ സാറിന് ഒന്നും മനസ്സിലാണ് സാറേ. ക്യാമറ ബാങ്ക്. കാനറ ബാങ്ക്. തന്നെ കാണുമ്പോൾ മണ്ടന്മാര് തന്നെ എത്ര രൂപ പഠിച്ചു? 6, 7, 10 എത്ര രൂപ പഠിച്ചു? 10 വർഷമാണ് സാർ. അച്ഛമ്മച്ചന്റെ ജോലിയാണ് പഠിക്കുന്നത്. സത്യം പറഞ്ഞാണോ? തനിക്കെങ്ങനെയാണോ പോലീസ് ജോലി? സ്പോർട്സ് കോട്ടയിൽ. അയ്യോ, എന്ത് സ്പോർട്സ് കോട്ട കാട്ടിൽ കേട്ടാണ്. കാര്യം പറയാം. ഇവിടെ കിടന്ന് വേഗം കഴിഞ്ഞ് രണ്ടിനും ജാതി കഴിഞ്ഞ് പൂച്ചക്കപ്പെട്ട പറഞ്ഞ പോലെ ഞങ്ങള് മണ്ഡല പ്രസാദ് പോയി ഒറ്റയിരിക്കുന്ന മകളോട് അയ്യോ, ഗോപി കസാനില്ലാതെ ഇരിക്കുന്നുണ്ട്. അവനെ അയ്യോ, ഭയങ്കര ഇത്രയാണ്
മണ്ഡല പ്രസിദ്ധാത്മക ഒരട്ട ഉണ്ടല്ലേ എനിക്ക് തോന്നല്ല ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടാത്ത രോഗി ഒരിക്കലും പോസ്റ്റ്മോർട്ടം ചെയ്ത് രക്ഷപ്പെടാം. ഹലോ, അതെ പോലീസ് സ്റ്റേഷൻ. സാർ ഓക്കെ സാർ, ഞാൻ പറയാം സാർ. ശരി സാർ, ഓക്കെ സാർ, വൈകിട്ടല്ലേ? ശരി സാർ. കമ്മീഷൻ വണ്ടി ചോറ് വരുന്നത് ഒരു വണ്ടി ചോറ് നമ്മൾ മുതൽ വണ്ടി കറികൂടി ഉണ്ടാവും സാറേ. അതല്ല ഹൈടെക് കടയല്ലേ വണ്ടി ചോർ. അയാളെ തെളിവെടുത്തി ഇവിടെ കൊണ്ടിരുന്നത് എല്ലാ अच्छा चोर है ചോറിന്റെ കഥയോട് പോകുന്നു. പിന്നെ ഞാനേ ഒന്ന് പ്രതീക്ഷിക്കട്ടെ. ഈ പള്ളിയും മറ്റേ പ്രാർത്ഥന കുറവായിരുന്നു. സാറൊന്നും പ്രതീക്ഷിക്കുന്നു. കാര്യം പള്ളി ചോറായി ഞാനേ നമ്മൾ ഈ കഥ മോശമായിട്ട് നടക്കുന്ന വലിയ കാര്യമുണ്ട്. നമ്മൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് നടക്കാം കേട്ടോ. എനിക്ക് വിജയിക്കാൻ അറിയില്ല. തനിക്കറിയോ? എനിക്കറിയില്ല. അറിയാം പറയാം. വിജയിക്കറിയോ? ഒന്ന് ഇത് വാർത്താ सम्राट वार्ता है सुनिए वाके वहां धरती वाले तो आ गए अरे मुल्लू को पता है मारो तू क्या ഞാൻ ഇതിനെ പോലെ സംസാരിച്ചു. അതെ ബോംബെയിലെ ഏതോ വലിയ ഗോത്രവർഗ്ഗക്കാരുടെ ആദിവാസി ഭാഷയാണ് പുള്ളിയെ പറയാതെങ്കിൽ സാറേ പുള്ളി വന്നത് ഒറിജിനൽ ഹിന്ദിയാ. സാറ് സംസ്കൃത വാർത്തയല്ലേ വന്നത്? നമ്മുടെ എക്സിക്യൂട്ടീവ് വീണ അവസ്ഥ ഇവിടെ സംസാരിക്കാൻ വല്ല വാക്കുണ്ടോ? ഹിന്ദി നല്ലുണ്ടാവും. അറിയാമെങ്കിൽ ഹിന്ദി അറിയാമോ? അറിയാം. ബോംബെ കൂട്ടാക്കിട്ടോ അപ്പൊ ഹിന്ദി അതെ നേരത്തെ ജനിച്ചിട്ട് ഉണ്ടാവും. ഹലോ പിന്നെ മൂലം കെട്ടിട്ട് അടിച്ചു സംസാരിക്കാം. हेलो भाई, एक दिन बॉम्बे वाले ने किसने कह दिया हम दिन वो एक दिन ये सरप्राइज बच्चे अरे मैं वाला अच्छा अच्छा दो नंबर वाला कौन सा दोनों കള്ളു കൂടെ ഫോട്ടോ എടുക്കാൻ എന്ത് മനസ്സിലായി? നമ്മൾ പോയി ഫോട്ടോ എടുക്കാൻ തനിക്ക് നാളെ भाई ये तस्वीर दे रहा है वाह अच्छा वाह हां तस्वीर अच्छा ठीक है ठीक है ठीक है ठीक है ഞാനൊരു സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ. അയ്യോ വേണോ? അത് കുഴപ്പമില്ല. എന്റെ വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കാം. ശരി എന്നാലും വേഗം ഓക്കെ ചോട്ടാ പൈസ ഇല്ല. ഇതിയൊക്കെ ചെയ്താ ഇതെങ്ങനെ ഒത്തോട്ട് ചേച്ചും ഈ പുള്ള നടത്തിട്ട് എന്താ പാപം आओ കൈമാറ്റി കഴിച്ചു आओ हिंदी आओ ആവൊന്നും വിളിച്ചില്ല. ഒരു കാര്യം ഞാൻ കളിച്ചിട്ട് ആവൊന്നും വിളിക്കാം. പുള്ളി ഒന്നും പുറത്തുനിന്ന് കൂട്ടിയിട്ട്
താങ്കളുടെ ഏകസ്ഥയില്ലേ അതെ എന്നാൽ ഞാൻ നമ്മുടെ ചൂടിൽ തീരുമാനം എന്താണ് നാളെ മുതൽ എന്റെ കസേര അടിക്കാം എന്റെ കസേര തയ്ക്കാൻ അയ്യോ എന്റെ കസേര കാലഘട്ടത്തിൽ അതെടുത്തിട്ട് തന്റെ കസേര കൊടുത്തിട്ടാണ് ഏത് പോലീസാണ് ഇന്നലെ മനുഷ്യന്മാര് എങ്ങനെ കുടിക്കുന്നത് അത് 5 മണിക്കൂർ പോകുന്നില്ല ചെറിയൊരു കുഴിയുണ്ടാവും ഇപ്പൊ പൊങ്ങൂല ഒരു 6 മണിക്കൂർ ശ്വാസമില്ല ശ്വാസമില്ല മനസ്സിലെ അത് ഞാൻ ഇടിച്ചില്ലല്ലോ ചതിയാണ് സാധാരണ പിന്നെ ഇത് വെച്ചിനകത്ത് കുഴി വരെ വന്നിട്ട് ലോക്കപ്പ് മർദ്ദനം പ്രതി സെല്ലിനുള്ളിൽ കിടന്ന് മരിച്ചു SI അറസ്റ്റ് നാളത്തെ പത്രത്തിലെ വാർത്തയെ വായിച്ചു നിങ്ങളൊന്നും ഉണ്ടായി പത്രക്കാരും ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ വന്നു പിന്നെ ആകെ വിഷയം എനിക്കുള്ളൂ നമ്മള് 2 മാണേജരല്ലാത്ത മാനമായ പഠിക്കാൻ പാടില്ല ട്രൈലോക്കിയാണ് ഞാൻ ചാൻഡിലാണ് സാറോട് ഞാൻ സംഭവം നടന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ലോകത്ത് പത്രം നേരിട്ട് കണ്ട സോമൻ സാറ് ഈ ലൈനിലുണ്ട്. നമുക്ക് സോമൻ സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാമോ? ഞാൻ രാവിലെ 10 മണിക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് വന്നപ്പോ ഇരുമ്പോലെ കൊണ്ട് പുള്ളി ഡ്യൂട്ടിക്കൊണ്ടിരിക്കുക പറയുമ്പോ എന്റെ പട കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു. പുള്ളി അത് കണ്ടത് മൂത്രം കുടിപ്പിച്ച അതിന് എന്താണ് ഈ ലോകം മർദ്ദിപ്പിച്ച് കൊന്ന ആളെ കുറിച്ചും ഈ എസ്ഐയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഒരു ലോക്കപ്പ് മർദ്ദനമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. ഇതിന്റെ കാരണക്കാരനായ SI വേലായുധന് ഞാൻ കടുത്ത നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ SI വേലായുധനെ ഈ സ്റ്റേഷനിൽ വെച്ച് കൊടുപ്പിക്കാൻ താല്പര്യമില്ല. ഇവിടെ നല്ല കുരുകുറുപ്പുള്ള ഒരു ASI ഉണ്ട്, സദാശിവൻ. എനിക്ക് പറയാനുള്ളത് അപ്പൊ കൂടുതൽ പറയുന്നില്ല. SI വേലായുധന് കണ്ടുകൊണ്ട് നിന്ന പ്രതി കുഞ്ഞുണ്ണി ഇവിടെ ഉണ്ട്. നമുക്ക് കുഞ്ഞുണ്ണിയോട് ചോദിക്കാം. കുഞ്ഞുണ്ണി എന്താണ് പറയാനുള്ളത് ഒന്ന് വ്യക്തമാക്കാം. വളരെ ക്രൂരമായിട്ട് ഞാൻ വൈദ്യം കൂടി ഒരു തീരുമാനം എടുത്തു. എന്താണ് നാളെ ഇന്നലെ മുതൽ താനാനോട് സ്റ്റേഷനിൽ SI എന്റെ കടയിൽ നടക്കൂല നടക്കൂല. ശരിക്കും തീരുമാനം അവസാനിച്ചെന്ന തന്നെ SI ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും എന്നൊന്ന് രക്ഷിക്കണം. എന്നെ എന്നൊന്ന് രക്ഷിക്കണം. എന്നൊന്ന് രക്ഷിച്ച അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ നാളെ മുതൽ ഞാൻ ഇവിടെ SI. ആയിക്കോ. ഞാൻ ചായ തന്നെ വൈകുന്നേരം ഒരു കുഴപ്പമില്ല. അപ്പൊ എന്നെ രക്ഷിക്കണ്ട. ആദ്യം ഡെഡ് ബോഡി എടുത്ത് പൊക്കി വെക്കണം. ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ വിഷയമാണ്. ഞാൻ ഇപ്പുറം പിടിക്കാം. ചതിയാണ് സാറേ. ഞാൻ ഓങ്ങിയുള്ളൂ.
ഇനി കാര്യങ്ങൾ അതെ രാത്രി നമ്മൾ ഇവനെ ചാക്കി കിട്ടി നേരെ പോയി പാടത്തിന് എല്ലാം കേട്ടിരിക്കണേ നോക്കി രാത്രി ഞാനും താനും ഇയാളും നേരെ ചെന്നു വണ്ടി വണ്ടി കുട്ടിച്ചാക്കുമായിട്ട് നമ്മൾ നേരെ പോയത് പാലത്തിന്റെ ചെന്ന് ചാക്കി കുത്തി നടന്നിട്ട് നേരെ നമ്മൾ പാലത്തിലേക്ക് ചെന്നിട്ട് അവിടെ ചാക്കങ്ങൾ കെട്ടി വെച്ചിട്ട് അവിടെ വാ ചാക്കി നിങ്ങൾ രണ്ടുപേരും പാലത്തിന്റെ മുന്നിൽ ഈ സാധനം അല്ല നിങ്ങളുടെ ജീപ്പിലിരിക്കാൻ സാറ് ഇവിടെ ഇട്ടാ മതി. അപ്പൊ പട്ടിയൊന്നും ഓടിക്കണമല്ലേ വേണ്ട 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 അതൊന്നും വേണ്ട ഞാൻ കൊണ്ടിട്ടോളാം ഈ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യം നമ്മൾ 3 പേര് വല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല നമ്മള് 3 പേര് അല്ലെ രണ്ടാമതൊരാൾ അറിയാൻ പാടില്ല പിന്നെ 3 പേര് എനിക്ക് ഇവന്റെ മോന്തരത്തെ എല്ലാം തെറ്റിപ്പോഴാണ് ആർക്ക് മതി എനിക്ക് പറയാനൊന്നുമില്ല. നമ്മള് 3 പേര് അല്ലാതെ നമ്മൾ 3 പേര് ആറ് മണിയിലേക്ക് രണ്ടുപേരും ഇവിടെ കണ്ടു. ഞാൻ പറയാം ഓഫീസറുണ്ടായി അറിഞ്ഞ സംഭവം ആരും പറയുന്നു ഇതിനൊക്കെ പാലിനാക്കി പോണം അത് ശരിയാവും തൊള്ളോട് അല്ലെങ്കിൽ കേസിൽ ഈ കൗണ്ടായി ലോകം മൊത്തം അറിയുന്നൊക്കെ എങ്ങോട്ട് കൊടുക്കും പറഞ്ഞിട്ടാണ് എനിക്ക് ആർക്കും പറയത്തില്ല. അപ്പൊ ഇന്ന് രാത്രി 12 മണിക്ക് നമ്മൾ 3 പേരും കൂടി കുട്ടിക്കാർക്കുമായിട്ട് ഈ സാധനത്തിന് കയറ്റി കൊടുത്ത് പോകുന്നു. അപ്പൊ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഓർമ്മ ഞങ്ങളൊരു കംപ്ലൈന്റ് തരാനായിട്ട് വെള്ളക്ക തലയിൽ നിന്ന് എന്റെ അച്ഛനെ കാട്ടി. അതുപോലെ തെങ്ങിജോടി നോക്കണം. പക്ഷെ അതല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി വന്നായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ചെന്ന് പെട്ടു വന്നു നോക്കി കഴിഞ്ഞപ്പോൾ അത് എന്റെ അച്ഛൻ്റെ അല്ല, അത് ഏതോ ബോധമുള്ള കൗടിയന്റെ ആണ്. അയാൾക്ക് ബോധം വന്നു കഴിഞ്ഞപ്പോൾ അയാൾ എനിക്ക് ചോദ്യം ചെയ്തപ്പോൾ പെട്ടി മാത്രമേ പെട്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അതേ കുറിച്ച് കൊടുക്കുന്നുണ്ടായിരിക്കും അതെ, വെള്ളക്കുടിയല്ലേ ഇത് തന്നെ ആരും തിരിച്ചിട്ടില്ല. കൊണ്ടിട്ടോ കൊണ്ടിട്ടോ വയസ്സാക്കിട്ടേ ഒന്നും മൊഴിയില്ലേ എടാ നിന്നെയൊക്കെ നാളെ മുതലല്ലേ ഇവിടേക്ക് ഞാൻ പത്രത്തിലാണ് ഫോട്ടോ വേണ്ട ഒരു ഫോട്ടോ ഞാൻ വേണ്ടി ഒരു ഫോട്ടോ ഫോട്ടോ വേണ്ടി വരും. നാളത്തെ പത്രത്തിലെ വാർത്തയായിട്ട് പ്രശസ്ത കള്ളൻ വണ്ടിക്ക് ഒന്ന് അഴിച്ചുവിട്ടത് ഐ ടി സാറെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഡിസ്മിസ്